ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ച ഉരുളക്കിഴങ്ങാണ് കേട്ടോ, വേവിച്ചിട്ടൊന്നുമില്ല. പിന്നെ അരിപ്പൊടിയുണ്ട്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, ഉപ്പ്, പിന്നെ കറിവേപ്പില. ഇത്രയാണ് വേണ്ടത്. നമുക്കിതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. എല്ലാം ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 3 സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടിത് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. കാര്യം നമുക്ക് ഉള്ളിയിൽ നിന്നും പിന്നെ ഉരുളക്കിഴങ്ങിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ബോളാക്കി എടുത്തിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് സിമ്മിലിട്ടിട്ട് നമുക്ക് അപ്പുറത്ത് ചായ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് പുറമേ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, അകത്ത് നല്ല സോഫ്റ്റും ആണ് കേട്ടോ. ഇത് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.